കൽപ്പേനി ദ്വീപിൽ വരുന്നവർക്ക് താമസിക്കാൻ കൊടുക്കുന്ന ബീച്ച് സൈഡ് ഹോം സ്റ്റേ ആണ് നിങ്ങൾ കണ്ടത്. തൊട്ട് മുമ്പിൽ തന്നെ കടലാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏത് മാസത്തിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യാം. അടുത്ത വർഷം 2026 മാർച്ച് ഏപ്രിൽ പോകാൻ വേണ്ടിയിട്ട് വരെ ഇപ്പോൾ തന്നെ ആളുകൾ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങിത്തരിക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയാൽ മതി. പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോവുക. ലക്ഷദ്വീപിലേക്കുള്ള PCCക്കാന്ന് പറഞ്ഞാൽ മതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. ഇന്ന് പോയിട്ട് നിങ്ങൾ PCCക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വീണ്ടും ഒരു 15 ദിവസം കാത്തു നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടാൻ. അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 ഭാഗത്തേക്കുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടോ, അല്ലെങ്കിൽ 2 ഭാഗത്തേക്കുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടോ, അല്ലെങ്കിൽ 1 സൈഡ് ഫ്ലൈറ്റ് 1 സൈഡ് കപ്പൽ, ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ ഈ 3 രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാവുന്നതാണ്. 2 ഭാഗത്തേക്കും കപ്പലാണെങ്കിൽ ഞങ്ങൾ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് ഒന്നെങ്കിൽ കൽപ്പേനി ദ്വീപിലേക്കായിരിക്കും കൊണ്ടുപോവുക, അല്ലെങ്കിൽ കവരത്തി ദ്വീപിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഇനി 2 ഭാഗത്തേക്കും ഫ്ലൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 1 സൈഡ് ഫ്ലൈറ്റ് 1 സൈഡ് കപ്പലാണെങ്കിൽ നിങ്ങൾ പോകുന്നത് അഗത്തി ദ്വീപിലേക്കായിരിക്കും. നമ്മൾ കൽപ്പേനി ദ്വീപിലെ കാഴ്ചകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാക്കേജ് 3 രാത്രിയാണ്. നിങ്ങൾ ലക്ഷദ്വീപിലെത്തുന്ന അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് ആരംഭിക്കുക. 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മുടെ പാക്കേജ് തീരും. ഇനി 1ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടു കൂടിയാണ് പാക്കേജ് ആരംഭിച്ചതെങ്കിൽ 3ാമത്തെ ദിവസം രാത്രി ഭക്ഷണത്തോടു കൂടി പാക്കേജ് തീരും. അങ്ങനെയാണ് നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം, 3 ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം. രാവിലത്തെ ചായയും വൈകുന്നേരത്തെ ചായയും വേണമെങ്കിൽ പൈസ കൊടുത്ത് കുടിക്കാവുന്നതാണ്. പിന്നെ ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി, 2 പേരോ 3 പേരോ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷയാണ് ടാക്സി ആയിട്ട് കൊടുക്കാറുള്ളത്. 4 പേരോ 4ൽ കൂടുതലോ ഉള്ളവരാണെങ്കിൽ നമ്മൾ വലിയ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ടാക്സി ആയിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ കൽപ്പേനി ദ്വീപിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും 7 കുളവും കാണാൻ പോകും. ബനിയാം ഫാക്ടറി കാണാൻ പോകും. പിന്നെ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ കാണും. പിന്നെ കൽപ്പേനി ദ്വീപിൽ നമ്മൾ പോകുന്ന ബീച്ചുകൾ, അതിമനോഹരമായ ബീച്ചാണ് ടിപ്പ് ബീച്ച്, കൂമേൽ ബീച്ച്, അലി ബീച്ച്, പർദീസ ബീച്ച്, കോമളം ബീച്ച്. ഇത്രയും 5 ബീച്ചുകളിലേക്ക് നമ്മൾ കൽപ്പേനി ദ്വീപിൽ പോകുന്നതാണ്. ഇനി കൽപ്പേനി ദ്വീപിൻ്റെ അടുത്ത് ആൾതാമസമില്ലാത്ത 5 ദ്വീപുകളുണ്ട്. ആ ദ്വീപിലേക്കും നമ്മൾ പോകുന്നതാണ്. 1 കൽപ്പേനി ദ്വീപ്, പിന്നെ ആൾതാമസമില്ലാത്ത പെട്ടി ദ്വീപ്, ആൾതാമസമില്ലാത്ത വലിയ തിലാക്കൻ ദ്വീപ്, ആൾതാമസമില്ലാത്ത ചെറിയ തിലാക്കൻ ദ്വീപ്, പിന്നെ ആൾതാമസമില്ലാത്ത കോടിത്തല ദ്വീപ്. ഇങ്ങനെ 5 ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കപ്പൽ യാത്ര ആഗ്രഹിക്കുന്നവർ അങ്ങേയറ്റത്ത് ക്ഷമയുള്ളവരായിരിക്കണം. കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതുവരെ കാത്തിരിക്കണം.